അസ്സലാമു അലൈക്കും. കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ ഇന്നത്തെ കച്ചി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് എൻ്റെ തന്നു. കടയിൽ പോയിട്ട് പലചരക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനുണ്ട്, നീണ്ട ലിസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ലിസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഇനി കൂടുതലായിട്ട് വല്ലതും വാങ്ങിക്കാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ അതും കൂടി ആഡ് ചെയ്ത് പോകാം. അപ്പോൾ ഭാര്യ എഴുതിയത് ലിസ്റ്റ് കച്ചി ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ മലയാളം കൂടി പറഞ്ഞ് കച്ചിയും കൂടി പറഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ലിസ്റ്റ് ഇവിടെ എൻ്റെ ഇരിപ്പുണ്ട്. ആ ലിസ്റ്റ് ആദ്യം എടുത്ത് നോക്കണം. ലിസ്റ്റിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ചോക്ക എന്ന് വെച്ചാൽ അരി. അത് ബെസ്റ്റ് അത്യാവശ്യമുള്ള സാധനമല്ലേ, ചോക്ക അരി. സെക്കൻഡ് ഗേവും ഗോതമ്പ്. ചോക്ക അരി ഗേവും ഗോതമ്പ്. അടുത്ത ഐറ്റം ഇവിടെ എഴുതിയിരിക്കുന്നത് പുള്ളിക്കാരി അതിൽ എഴുതിയിരിക്കുന്നത് ഖൺ പഞ്ചസാര. ഓക്കെ, ഖൺ. പിന്നെ മീട്ടോ എന്ന് വെച്ചാൽ ഉപ്പ്. ഓക്കെ, അത് അത്യാവശ്യമുള്ള സാധനമാണ്, ഉപ്പിൽ എല്ലാത്തിലും ചേർക്കേണ്ടതാണ് മീട്ടോ. പിന്നെ മിർച്ചി, മുളക്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് നമ്മൾ പലചരക്കടയിൽ പോയിട്ടാണ്. കിരാന ചീസ് കറി ഇവിടെ കിരാനേജ് ദുക്കാൻ ഉച്ചയ്ക്കരെ ഇവിടെ പാക്കിക്കുന്നു. പിന്നെ അടുത്ത ഐറ്റം പുള്ളിക്കാരി എഴുതിയിരിക്കുന്നത് കടല. അപ്പോൾ കടല നമ്മളെല്ലാവരും കഴിക്കുന്ന സാധനമാണ്. പിന്നെ കടലയുടെ മാവ് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കും. ബേസൻ എന്ന് വെച്ചാൽ കടല മാവ്, ബേസൻ. പിന്നെ അടുത്ത് എഴുതിയിരിക്കുന്നത് ഡാറ് പരിപ്പ്. അടുത്ത് എഴുതിയിരിക്കുന്നത് പരിപ്പ്. പിന്നെ എഴുതിയിരിക്കുന്നത് മോങ് എന്ന് വെച്ചാൽ ചെറുപയർ മോങ് എന്ന് പറഞ്ഞാൽ ചെറുപയർ. ഇനി ചെറുപയർ പരിപ്പുണ്ടാവും, അതും എഴുതിയിട്ടുണ്ട്. മോങ് ജോ ഡാർ, അപ്പോൾ ചെറുപയറിൻ്റെ പരിപ്പ്. പിന്നെ എഴുതിയിരിക്കുന്നത് ഈനോ ആണ് ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം. ഈനോ എന്ന് വെച്ചാൽ മുട്ട. അത് മുർഗി ജോ ബദക് ജോ. മുർഗി ജോ എന്ന് പറഞ്ഞാൽ കോഴിമുട്ട, ബദക് ജോ താറാമുട്ട, ബദക് ജോ ഖാസുകർ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി എഴുതിയിരിക്കുന്നത് മക്കനാണ്, വെണ്ണ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി മക്കൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയിരിക്കുന്നത് ചെറിയ ജീരകം, നെണ്ടോ ജീരോ ചെറിയ ജീരകം, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയിരിക്കുന്നത് ഏലാച്ചി. പിന്നെ എഴുതിയിരിക്കുന്നത് ലൗങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമ്പ്, ലൗങ്. പിന്നെ എഴുതിയിരിക്കുന്നത് ധാന എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയാണ് ധാനമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ മേത്തിയാണ് കൊടുത്തിരിക്കുന്നത്. മേത്തി എന്ന് വെച്ചാൽ ഉലുവ. പിന്നെ ലസൻ വെളുത്തുള്ളി. പിന്നെ അദ്രക്ക് ഇഞ്ചി കൂടി വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ റായ് എന്ന് വെച്ചാൽ കടുക്. പിന്നെ തേൽ വാങ്ങിക്കാൻ പറഞ്ഞു, എണ്ണ. പിന്നെ മഞ്ഞൾ, ഹൈദർ മഞ്ഞൾ വാങ്ങിക്കാൻ പറഞ്ഞു, ഹൈദർ. അപ്പോൾ ഇത്ര ഐറ്റത്തിൻ്റെ ഒരു ലിസ്റ്റ് എനിക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ ആ ലിസ്റ്റ് ഞാൻ ഒന്നുകൂടി വാങ്ങിക്കാം. അതായത് ചോക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി, ഗേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ്. പിന്നെ വേറെ സാധനം എഴുതി ഞാൻ വിട്ടുപോയി പറയുന്നത്, അതുകൂടി വായിക്കാം. ഉഴുന്ന് വേണമെന്ന് പറഞ്ഞു. ഉഴുന്നെന്ന് പറഞ്ഞാൽ സാധാരണ കച്ചിക്കാരുടെ വീട്ടിൽ ഉഴുന്ന് ഉപയോഗിക്കാറില്ല, പക്ഷേ ഉഴുന്ന് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉഴുന്ന് വേണം. അപ്പോൾ പുള്ളിക്കാർ എഴുതിയിരിക്കുന്നത് ഉഴുന്നു എഴുതാൻ പറഞ്ഞു. പിന്നെ മോങ് ചെറുപയർ, ഡാറ് പരിപ്പ്. പിന്നെ ചെറുപയറിൻ്റെ പരിപ്പ് പറഞ്ഞിട്ടുണ്ട്, ഡരേൽ മോങ് ചെറുപയർ പരിപ്പ്. കടല. പിന്നെ ഖീർ
പാല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് ലാസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. ഖീർ പാല്, ഖീർ. മക്കൻ വെണ്ണ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം നെണ്ടോ ജീരോ. പിന്നെ ഗ്രാമ്പ് ലോങ്, ധാന മല്ലി ധാന, ജീരകം. പിന്നെ ഉലുവ മേത്തി ഉലുവ. പിന്നെ ഒരു ഐറ്റം കൂടി താഴെ എഴുതി വെച്ചിരിക്കുന്നു, ലസൻ വെളുത്തുള്ളി. അപ്പം ഇത്രയും ഐറ്റംസും കൊണ്ട് ഞാൻ പോവുകയാണ്, എടുക്കാൻ പോവുകയാണ്. കാരണം ഒരുപാട് ഐറ്റംസ് ആണെങ്കിൽ എനിക്ക് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കിരാനേജോ ദുക്കാൻ, പലവഞ്ഞര കടയിലോട്ട് പോവാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് കിരാനേജ് ദുക്കാനല്ല, ഇന്ന് എല്ലാവരും ഭയങ്കര ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കൊക്കെ ഒന്ന് വളരെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മളൊക്കെ വാങ്ങിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. അപ്പം ഞാനും സൂപ്പർ മാർക്കറ്റിലിട്ടങ്ങ് പോകാൻ പോകണം. അപ്പോൾ അതൊക്കെ നല്ല സ്റ്റൈലിലൊക്കെ ചെന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി ലിസ്റ്റൊക്കെ കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി പോയാണ്. അപ്പം കുറേ ഐറ്റംസിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉടനെ നിങ്ങൾ പറഞ്ഞു തരണം, കാരണം എനിക്ക് പിന്നെയും പോയി വാങ്ങിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇനി വിട്ട് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പലവ്യഞ്ജനങ്ങൾ പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞതിൽ ഇനി വിട്ടുപോയിട്ടുള്ള എന്തെല്ലാം ഉണ്ടെന്നുള്ളൂ അത് നിങ്ങൾ താഴെ കമൻസിൽ എഴുതുക. നിങ്ങൾ കമൻസിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഉടനെ കമൻസിൽ വാങ്ങിച്ച് അത് വേറൊരു ലിസ്റ്റിൽ എഴുതി ഞാൻ പോയി അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൈ ഡി ബി ഹാപ്പി, ആവും ബി ഹാപ്പി, എല്ലാവരും ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ പറയുന്നുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് വേറെ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അതുവരെ ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.